നമസ്കാരം. 1989 ആഗസ്റ്റ് 20 രാത്രി ഏകദേശം ഒരു 10 മണിയായി കാണും. US കാലിഫോർണിയയിലെ ബേവർലി ഹിൽസിന് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് ആ സമയത്താണ് ഒരു കോള് വന്നത്. 911 നമ്പറിലേക്ക് വിളിക്കപ്പെട്ട ആ കോള് എടുത്ത പോലീസുകാരൻ മറുഭാഗത്തുനിന്ന് ശരിക്കും പരിഭ്രാന്തിയോടെ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതാണ് കേട്ടത്. ആ ചെറുപ്പക്കാരൻ പോലീസുകാരനോട് പറഞ്ഞു, സാർ, ഞാൻ ലയൽ മെൻഡസ്, ബെവർലി ഹിൽസിലെ മെൻഡസ് കുടുംബത്തിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ, ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ആരും വെടിവെച്ചു സാർ. ബെവർലി ഹിൽസിലെ മെൻഡസ് കുടുംബത്തെ എല്ലാവരും അറിയും. സ്വാഭാവികമായിട്ടും ആ പോലീസുകാരനും അറിയും. അറിയപ്പെടുന്ന ബിസിനസ് കുടുംബമാണ് മെൻഡസ് കുടുംബം. ആ ചെറുപ്പക്കാരൻ്റെ കരച്ചിലോട് കൂടിയുള്ള ഡയലോഗ് കേട്ടതും പോലീസുകാരൻ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ ഇതാ എത്തി. അങ്ങനെ പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ആ വിവരം സ്റ്റേഷനിലെ മറ്റാളുകളോട് പങ്കുവച്ചു. ഏതാനും മിനിറ്റുകൾക്കകം അവിടെ നിന്ന് ഒരു പോലീസ് ടീമും അവരെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പാരാമെഡിക്കൽ ടീമും അതിവേഗം ബേവർലി ഹിൽസിലേക്ക് തിരിച്ചു. ഫോൺ കിട്ടി കൃത്യം 17 മിനിറ്റ് ആയപ്പോൾ ആ ടീം ആ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയ ആ പോലീസ് സംഘം വീടിലെ ബെല്ലടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏയ്, ഞങ്ങൾ എത്തി, ഭയപ്പെടണ്ട, പുറത്തേക്ക് വാ. പോലീസ് സംഘമാണ് എത്തിയിരിക്കുന്നെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതും അകത്ത് നിന്ന് 2 ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. അവരാകെ ഭയന്നിരിക്കുകയാണ്. പുറത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരെ പാരാമെഡിക്കൽ സംഘം പരിശോധിക്കുമ്പോഴേക്കും പോലീസ് സംഘം ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഒരു കൂറ്റൻ വസതിയാണ് ഈ മെൻഡസ് കുടുംബത്തിൻ്റെത്. ആ വസതിക്ക് ഉള്ളിലേക്ക് കടക്കുന്ന പോലീസ് ആദ്യം എത്തിയത് വലിയ സ്വീകരണ മുറിയിലേക്കാണ്. അവിടെ ഒരു TV ഓണാണ്. ഓണായിരിക്കുന്ന ആ TVയിലേക്ക് നോക്കിയ പോലീസിൻ്റെ കണ്ണുകൾ അടുത്തതായി പതിഞ്ഞത് ആ ഹാളിലുള്ള സെറ്റിയിലാണ്. സെറ്റിയിൽ സാക്ഷാൽ ജോസ് മെൻഡസ് ഉണ്ട്. ജോസ് മെൻഡസിന്റെ തൊട്ടു മുന്നിലായി തറയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കിറ്റി മെൻഡസും ഉണ്ട്. കിറ്റി മെൻഡസ് തറയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. കിറ്റിയുടെയും ജോസ് മെൻഡസിന്റെയും ശരീരത്തിലൂടെ വെടിയുണ്ടകൾ കയറി ഇറങ്ങിയതിന്റെ എല്ലാ ലക്ഷണവുമുണ്ട്. അവിടെ ആ സോഫയിലും സോഫയ്ക്ക് മുന്നിലുള്ള ടീപ്പോയിലും ടീപ്പോയുടെ പുറത്തുള്ള പുസ്തകങ്ങളിലും ഒക്കെ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് വ്യക്തമാണ്. ആ ബോഡിയുടെ അടുത്തേക്ക് വന്ന പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി. 2 പേരും കൊല്ലപ്പെട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. രക്തത്തിന്റെ സ്മെല്ല് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി അവർ ആ മുറി അങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ആ സോഫ ഇരിക്കുന്ന സ്ഥലത്ത് എയിം ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ ആ ഹാളിന്റെ മറുതലക്കിലുള്ള ജനാല തുറന്നു കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ജനാലയിലൂടെ TV കണ്ടുകൊണ്ടിരുന്ന മെൻഡസിനെയും ഭാര്യയും ആരോ നിറയൊഴിച്ചതാണ്. ഒറ്റ നോട്ടത്തിൽ ആ കാര്യം വ്യക്തമാണ്. പോലീസ് എൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുമ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ മെൻഡസിന്റെ മക്കളോട് കാര്യങ്ങൾ തിരക്കി തുടങ്ങി. കൊല്ലപ്പെട്ട ജോസ് മെൻഡസിന്റെയും കിറ്റി മെൻഡസിന്റെയും മക്കളായ ആ 2 ചെറുപ്പക്കാർ വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയിരുന്നു. സിനിമ കഴിഞ്ഞ് അവർ മടങ്ങി വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതാണ് അവർ കണ്ടത്. വാതിൽ തുറന്നു കിടക്കുന്ന മാത്രമല്ല അവർ കണ്ടത്, TV ഓണായിരിക്കുന്ന ശബ്ദവും അവർക്ക് കേൾക്കാമായിരുന്നു. അച്ഛനും അമ്മയും അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും TV കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഒറ്റ നോട്ടത്തിൽ ആ സഹോദരന്മാർക്ക് മനസ്സിലായി. അവർ അകത്തേക്ക് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് അവർ ആ രംഗം കണ്ടത്. അച്ഛനും അമ്മയും വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ രംഗം. അത് കണ്ട ഭയന്നുപോയ അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം ധരിപ്പിക്കുകയായിരുന്നു. ലയൽ മെൻഡസും അയാളുടെ അനുജൻ എറിക് മെൻഡസും വല്ലാത്ത സങ്കടത്തിലാണ്. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് അവർ 2 പേരും അന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോയത്. സിനിമ കഴിഞ്ഞ് മടങ്ങുമെന്ന് അവർ കണ്ട കാഴ്ച അവരെ വല്ലാതെ നടുക്കിയിരിക്കുകയാണ്. 2 പേരും വല്ലാത്ത സങ്കടത്തിലാണ്. അവരുടെ സങ്കടം വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര തീവ്രമാണ്. വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തിരിക്കുന്ന അയൽക്കാരും ഒക്കെ ജോസ് മെൻഡസിന്റെ ആ മക്കളെ ആശ്വസിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബോഡി വിട്ടുകൊടുത്ത പോലീസിന് ഒരു കാര്യം അറിയാം. ഈ ബെവർലി ഹിൽസ് മേഖല ലേശം കുഴപ്പം പിടിച്ച മേഖലയാണ്. വൻ പണച്ചാക്കുകൾ താമസിക്കുന്ന ആ മേഖലയിൽ അക്രമികൾ വരാനും ആക്രമണം നടത്താനും സാധ്യത വളരെ കൂടുതലാണ്. ലിക്വിഡ് ക്യാഷ് ഉണ്ടാകാൻ സാധ്യതയുള്ള വീടുകളാണ് അവിടെയുള്ള പല വീടുകളും. വൻ പണക്കാരാ താമസിക്കുന്നത്.
ആ വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന അക്രമികളുടെ ലക്ഷണം മോഷണമായിരിക്കും. മോഷണത്തിന് വേണ്ടി വീട്ടിൽ കയറുന്ന അവർ സ്വാഭാവികമായിട്ടും മോഷണം ശ്രമത്തിനിടയിൽ പിടിക്കപ്പെടാതിരിക്കാൻ അവരെ വീട്ടിലെ ആരെങ്കിലും കണ്ടാൽ കൊലപ്പെടുത്താനും മടിക്കത്തില്ല. അത്തരം കേസുകൾ ബേവർലി ഹിൽസിൽ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു കാര്യം ഉറപ്പാണ്, അവിടെയും നടന്നിരിക്കുന്നത് ഒരു മോഷണമായിരിക്കും. സ്വാഭാവികമായിട്ടും പോലീസിന്റെ ശ്രദ്ധ ആ വീട്ടിലെ മോഷണ സാധ്യതകളെ കുറിച്ചായി. വീട് ഏതാണ്ട് പൂർണ്ണമായും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോഴാണ് പോലീസിന് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നത്. സാധാരണഗതിയിൽ ബെവേർലി ഹിൽസിലെ മറ്റ് വീടുകളിൽ നടന്ന സമാന സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇതിന് ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വലിയ തോതിലുള്ള ഒരു മോഷണ ശ്രമം നടന്നതിൻ്റെ ഒരു സൂചനയും കാണുന്നില്ല. മോഷ്ടിക്കാനായി ആ വീട്ടിൽ കയറിയവർ അല്ല മെൻഡസ് ദമ്പതികളെ വകവരുത്തിയിരിക്കുന്നത്. ആ കാര്യം ആ രാത്രി തീരും മുമ്പ് തന്നെ പോലീസിന് ഏതാണ്ട് ബോധ്യമായി. മോഷണ ശ്രമത്തിനിടയിലല്ല മെൻഡസ് ദമ്പതികൾ കൊല്ലപ്പെട്ടതെങ്കിൽ പിന്നെ എങ്ങനെയാകും അവർ കൊല്ലപ്പെട്ടത്? രാവിലെ നേരം പുലരുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ചോദ്യം അതാണ്. ഏതെങ്കിലും മാഫിയകൾ അവരെ വകവരുത്തിയതാകുമോ? അങ്ങനെ ഒരു ചോദ്യം പോലീസിന് തോന്നാൻ ഒരു കാര്യമുണ്ട്. അവർ മെൻഡസ് ദമ്പതികളുടെ ആ ഡെഡ് ബോഡി കാണുമ്പോൾ അത് വല്ലാത്ത ഒരു ഭീകര രംഗമായിരുന്നു. ജോസ് മെൻഡസിന്റെ തലയിൽ വെടിയുണ്ട കയറിയിട്ട് ആ തലച്ചോറ് ചിതറിയിട്ടുണ്ടായിരുന്നു. ജോസ് മെൻഡസിന്റെയും കിറ്റി മെൻഡസിന്റെയും പുറത്തേക്ക് ഒന്നും രണ്ടും വെടിയുണ്ടകളല്ല വർഷിക്കപ്പെട്ടിരിക്കുന്നത്. വെടിയുണ്ടകളുടെ ഒരു ശേഖരം തന്നെ അവരുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട്. അക്കാര്യം ആ ബോഡി കണ്ട നിമിഷത്തിലെ പോലീസിന് തോന്നിയതാണ്. കൂടുതൽ ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വളരെ വളരെ വ്യക്തമാക്കുകയാണ്. ജോസിന്റെയും കിറ്റിയുടെയും ശരീരത്തിലേക്ക് വെടിയുണ്ട കയറുന്നതിന് മുന്നേ ഒരു തരത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല. അതായത് അവരുമായി മൽപ്പിടുത്തം നടത്താൻ അവർ വെടിവെച്ച ആളുകൾ തയ്യാറായിട്ടേയില്ല. ടി വി കണ്ടുകൊണ്ടിരുന്ന അവർ രണ്ടുപേരെയും വെടിവെച്ച ആളോ വെടിവെച്ച സംഘമോ തുടർച്ചയായി നിറയൊഴിക്കുകയായിരുന്നു. ഒരു തരത്തിലുമുള്ള വാക്ക് തർക്കം പോലും ഉണ്ടായതിൻ്റെ സൂചന അവിടെ ഇല്ല എന്ന് അത് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീക്കാനുള്ള ഒരു ശ്രമം ജോസ് നടത്തുമായിരുന്നു. അങ്ങനെ നടത്തുമ്പോൾ ആ മുന്നിലുള്ള ടീപ്പയിലെ പുസ്തകങ്ങൾ തട്ടാനും മറിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇരുന്നിടത്ത് തന്നെ അവർ ഇരിക്കുകയായിരുന്നു. വെടിയേറ്റ് കിറ്റി മാത്രമാണ് താഴേക്ക് വീണത്. ജോസ് സോഫയിലേക്ക് അങ്ങ് ചരിയുകയായിരുന്നു. വളരെ സാമർഥ്യമുള്ള ആരോമാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. ആ കൊലപാതകങ്ങളുടെ രീതി കണ്ടാൽ അറിയാം ഇതൊരു മാഫിയ പ്രവർത്തനമാണ്. ജോസ് മെൻഡസ് ശരിക്കും ഒരു വ്യവസായ പ്രമുഖനാണ്. അയാൾക്ക് ബിസിനസ്സിൽ അനവധി ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് ആ കൊട്ടേഷൻ ഏറ്റുവാങ്ങിയ ഏതൊരു മാഫിയ സംഘമാകും ഈ കൊലപാതകത്തിന്റെ പിന്നിൽ. അക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനലൈസ് ചെയ്ത പോലീസിന് ഒരു സംശയമൊന്നുമില്ല. മാഫിയ സംഘം ആർക്ക് വേണ്ടിയാണ് കൊട്ടേഷൻ എടുത്തത്, ഏത് മാഫിയ സംഘമാണ് കൊട്ടേഷൻ എടുത്തത്, അതൊക്കെയാണ് തുടർന്ന് അന്വേഷണത്തിനായി അവർ കണ്ടെത്തിയ വിഷയം. കൊല്ലപ്പെട്ടിരിക്കുന്നത് ബേവേർലി ഹിൽസിലെ മെൻഡസ് കുടുംബമാണ്. സ്വാഭാവികമായിട്ടും പത്രങ്ങളും ടി വി ചാനലുകളും ഈ വിഷയത്തിൽ പോലീസിന് മുകളിൽ ശക്തമായ പ്രഷർ ചെലുത്തി തുടങ്ങി. മെൻഡസ് കുടുംബം വ്യവസായ മേഖലയിൽ എല്ലാവരും അറിയുന്ന കുടുംബമാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ കൂടിയാണ് ഈ മെൻഡസ് കുടുംബം. അവരെ മാധ്യമങ്ങൾക്ക് നല്ല പരിചയമാണ്. മെൻഡസ് കുടുംബത്തിലെ ജോസിനെയും അയാളുടെ ഭാര്യ കിറ്റിയെയും ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അവർ നിയമത്തിന്റെ പിടിയിലാകണം. അക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. മാധ്യമങ്ങളിലൂടെ ലോക്കൽ രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ വക്താക്കളൊക്കെ ആ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ ഇടപെട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചു തുടങ്ങി. പോലീസിന്റെ അന്വേഷണം വേണ്ടത്ര ശുഷ്കാന്തിയോടല്ല നടക്കുന്നെന്നുള്ള അഭിപ്രായമാണ് അവരൊക്കെ പങ്കുവയ്ക്കുന്നത്. ഈ അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ പോലീസിന് മുന്നിൽ ഉണ്ടാക്കുകയാണ്. ഈ മെൻഡസ് കുടുംബത്തിന്റെ ജോസ് നല്ലൊരു സംരംഭകനാണ്. വീഡിയോ എന്റർടൈൻമെന്റ് മേഖലയിൽ
പൊട്ടിക്കിടന്ന ഒരു സ്ഥാപനത്തെ ഏറ്റെടുക്കുകയും അതിനെ വൻ ലാഭത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ജോസ് മെൻഡസ് ആണ്. ജോസ് മെൻഡസിനെ കുറിച്ചുള്ള ചരിത്രം പോലീസ് പതുക്കെ ചികഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജോസ് മെൻഡസിന്റെ ആ വിജയഗാഥകൾ ഒരുപാട് കിട്ടുകയാണ്. ഒരു വശത്ത് ഒരാൾക്ക് വിജയഗാഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് ആരെങ്കിലുമൊക്കെ പരാജയപ്പെടും, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വിജയിക്കുന്ന ആളോട് അസൂയ തോന്നും. അങ്ങനെ ആർക്കൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നിയ ആളുകൾ ഏതെങ്കിലും മാഫിയയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് ജോസിനെ തട്ടിയതാണോ? പോലീസിന് നേരത്തെയുള്ള ആ സംശയം ഒരിക്കൽ കൂടി ഉറച്ചു വരികയാണ്. ആ ധാരണ ശരിയാണോ എന്നറിയാൻ വേണ്ടി പോലീസ് മെൻഡസിന്റെ ബിസിനസ് എതിരാളികളെയും മെൻഡസിന്റെ സുഹൃത്തുക്കളെയും ഒരുപോലെ അന്വേഷിച്ചു തുടങ്ങി. പോലീസ് അവരോടൊക്കെ മെൻഡസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ശരിക്കും ഒരു കാടിളക്കിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തി നോക്കിയത്. സുഹൃത്തുക്കളിൽ നിന്നും ബിസിനസ് എതിരാളികളിൽ നിന്നും പോലീസിന് ഒരു കാര്യം അറിയാൻ പറ്റി. വിജയിക്കാൻ വേണ്ടി ഏത് അളവ് വരെ വേണമെങ്കിലും പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ ജോസ് മെൻഡസിൻ്റെത്. വിജയിക്കാൻ അയാൾ ഏത് കുറുക്കു വഴിയും തേടും. അതും എതിരാളികളിൽ നിന്ന് പോലീസ് അറിഞ്ഞ വിഷയമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ബിസിനസ് എതിരാളികൾ പറഞ്ഞ ആ വാചകത്തെ ശരിക്കും നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തു. വിജയിക്കാൻ ഏത് അളവ് വരെയും പോകുന്ന ഒരു സ്വഭാവം മെൻഡസിനുണ്ടെങ്കിൽ ആ സ്വഭാവം സ്വാഭാവികമായിട്ടും ശത്രുക്കളെ സൃഷ്ടിച്ചിരിക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. മെൻഡസിനെ കൊല്ലാൻ പലർക്കും അപ്പോൾ കാരണമുണ്ടാവും. പോലീസിന് അവരുടെ അന്വേഷണം ഏതാണ്ട് വിജയിക്കുന്നു എന്നൊരു ഫീലാണ് ഉള്ളത്. പോലീസിന്റെ അന്വേഷണം എന്തായി എന്നറിയാനായി പല ദിവസങ്ങളിലും മെൻഡസിന്റെ മക്കൾ സ്റ്റേഷനിലെത്തും. അന്വേഷണ പുരോഗതി അറിയാനാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാതായതും ആ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു തുടങ്ങി. ആളുകളുടെ താല്പര്യം കുറഞ്ഞിരുന്നെങ്കിലും മക്കളുടെ താല്പര്യം കുറഞ്ഞിരുന്നില്ല. പക്ഷെ ക്രമേണ മക്കളും സ്റ്റേഷനിൽ വരുന്നത് അങ്ങ് അവസാനിച്ചു. പോലീസിന് അറിയാം അവരുടെ അന്വേഷണത്തിൽ വലിയ പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ആരും തിരക്കാത്തതെന്ന്. പെട്ടെന്നാണ് 2 മാസം അങ്ങ് കടന്നുപോയത്. 2 മാസമായിട്ടും ബേവള്ളി മേഖലയിലെ ആളുകളെ മുഴുവൻ ഞെട്ടിച്ച ആ ഇരട്ട കൊലപാതകത്തിന്റെ കാരണക്കാരെ കണ്ടെത്താൻ പോലീസിന് പറ്റാതെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ഫീച്ചർ സഹിതം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആളുകൾ ശ്രദ്ധയിൽ പിന്നെ പെടുന്നത്. ആളുകൾ ഒരു സംഭവം ഉണ്ടായി, കുറച്ചുനാൾ അതിനെക്കുറിച്ച് ആലോചിക്കും, പിന്നീട് അടുത്ത സംഭവത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധയും പോകും. ഏകദേശം 2 മാസമായപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ആ വിഷയത്തിൽ നിന്ന് വിട്ടപ്പോഴാണ് വീണ്ടും മാധ്യമങ്ങൾ ആ വിഷയം പൊതുധാരയിൽ കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും പ്രഷർ പിന്നെ പോലീസിന് മുകളിലായി. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു, അങ്ങനെയാണ് ഹെഡിങ്. പോലീസിന് ഒരു പിടിയുമില്ല ആരാണ് കൊല ചെയ്തതെന്ന്. മാഫിയയാണ് കൊല ചെയ്തതെന്ന് പോലീസ് തെളിഞ്ഞും തെളിയാതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏത് മാഫിയ എന്ന കാര്യം മാത്രം പോലീസിന് അറിയത്തില്ല. പോലീസ് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി, പൊതുജനത്തെ പറ്റിക്കാൻ വേണ്ടി അതുവിധം പറയുകയാണെന്നുള്ള ശൈലിയിൽ വരെ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പലരും പറഞ്ഞു തുടങ്ങി. മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടി തപ്പിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ബെവേളി ഹിൽസിലെ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അവൻ മെൻഡസ് കുടുംബത്തിന്റെ കൊലപാതകം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരക്കിയാണ് സ്റ്റേഷനിലെത്തിയത്. അവന് മെൻഡസ് കുടുംബത്തിന്റെ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് ചില വിവരങ്ങൾ അദ്ദേഹത്തോട് പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരനെ സ്വാഭാവികമായും പോലീസുകാരെത്തിച്ചു. ആ മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും ആ ചെറുപ്പക്കാരനും മാത്രമായപ്പോൾ അവൻ സ്വയം അവനെ പരിചയപ്പെടുത്തി. സാർ, എൻ്റെ പേര് ക്രയാഗ് എന്നാണ്. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മെൻഡസ് കുടുംബത്തിന്റെ മരണത്തെക്കുറിച്ചാണ് അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മെൻഡസ് കുടുംബം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വല്ലാത്തൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരൻ അത്തരം ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വലിയ താല്പര്യം. അയാൾ താല്പര്യപൂർവ്വം ആ ചെറുപ്പക്കാരനോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞതും അവൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, എന്നോട് ഒരാൾ ഒരു സിനിമ ചെയ്യാനുള്ള കഥ പറഞ്ഞു. സിനിമ ചെയ്യാനുള്ള കഥയോ? സാർ, എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും ചേർന്ന് തിരക്കഥ തയ്യാറാക്കാമെന്നാണ് നേരത്തെ ധാരണയായത്. തിരക്കഥ എഴുതാൻ ഞങ്ങൾ അനവധി കഥകൾ ആലോചിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോടൊരു കഥ പറഞ്ഞു. ഒരു സമ്പന്ന കുടുംബത്തിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് സുഹൃത്ത് എന്നോട് പറഞ്ഞത്. സമ്പന്ന കുടുംബത്തിലെ ആ കൊലപാതകം നടത്തിയത് ആ കുടുംബത്തിലെ മക്കളാണെന്നാണ് ആ കഥയിൽ പറയുന്നത്. സ്വത്തിനു വേണ്ടിയാണ് മക്കൾ അച്ഛനും അമ്മയും കൊല്ലുന്നത്.
ക്രെയ്ഗ് എന്ന ആ ചെറുപ്പക്കാരൻ പറയുന്ന കഥ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ചെറുപ്പക്കാരൻ പറഞ്ഞ കഥയും മെൻഡസിന്റെ കൊലപാതകവും തമ്മിൽ എന്ത് ബന്ധമാണ്? അങ്ങനെ ചിന്തയാണ് ആ നിമിഷത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സിലേക്ക് വന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സ് വായിച്ചെടുത്ത ക്രെയ്ഗ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സർ, ഈ കഥ എന്നോട് പറഞ്ഞത് കൊല്ലപ്പെട്ട മെൻഡസിന്റെ ഇളയ മകൻ എറിക്കാണ്. കൊല്ലപ്പെട്ട മെൻഡസ് ദമ്പതികളുടെ ഇളയ മകൻ എറിക്ക് അവന്റെ സുഹൃത്ത് ക്രെയാഗിനോട് സിനിമ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കഥ ക്രെയാഗ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും ക്രെയാഗും അല്പനേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു പോവുകയാണ്. ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിന്തിക്കാത്ത ഒരു കാര്യം ക്രെയാഗിന്റെ മനസ്സിൽ മൊട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ കഥ കേട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ തേടി വന്നത്. ക്രെയാഗിന്റെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ആ നിമിഷം തന്നെ മനസ്സിലായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രെയാഗിനോട് ചോദിച്ചു, നീ മെൻഡസിന്റെ ഇളയ മകനെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയിക്കണം? സർ, ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് ഇങ്ങനൊരു കാര്യം പറയണമെങ്കിൽ അതിന് ഒരു യുക്തി വേണമല്ലോ. എന്നോട് എറിക്ക് പറഞ്ഞ കഥയിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. ഒരു കൊല നടത്തി പരിചയമുള്ള ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് എറിക്ക് എന്നോട് ആ കഥ പറഞ്ഞത്. സമ്പന്ന കുടുംബത്തിലെ മാതാപിതാക്കളെ വധിച്ച് സ്വത്ത് സമ്പാദിക്കാനായി ആഗ്രഹിക്കുന്ന മക്കളുടെ കഥ അതിമനോഹരമായിട്ടാണ് എറിക്ക് എന്നോട് പറഞ്ഞത്. അങ്ങനെ അവൻ പറയണമെങ്കിൽ അവൻ ആ മേഖലയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകണം. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ അവൻ്റെ മാതാപിതാക്കളുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചത്. സർ, അവൻ പറഞ്ഞ കഥയും അവൻ്റെ മാതാപിതാക്കളുടെ മരണം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യം അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചത്. വളരെ വളരെ വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലുള്ളത്. ഇതുവരെയുള്ള അന്വേഷണം പൂർണ്ണമായും മെൻഡസ് കുടുംബം മാഫിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇപ്പോൾ ഇതാ തികച്ചും വ്യത്യസ്തമായ ഒരു ആംഗിളിലൂടെ ഒരു സംഭവം മുന്നോട്ട് വരികയാണ്. മെൻഡസ് കുടുംബം കൊല്ലപ്പെട്ടത് മക്കളുടെ കയ്യാലാണ്. അങ്ങനെ സംശയിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പനേരം ഒന്ന് ആലോചിച്ചിരുന്നിട്ട് ക്രെയാഗിനോട് പറഞ്ഞു, ക്രെയാഗ്, നമുക്ക് ഈ കാര്യത്തിൽ പെട്ടെന്ന് എറിക്കിനെ ചോദ്യം ചെയ്താൽ അത് ശരിയാകില്ല. എറിക്കിൻ്റെ മാതാപിതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളെ നമ്മൾ സംശയിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ അറിഞ്ഞാൽ അത് വലിയ വിഷയമാകും. നമുക്ക് കോൺക്രീറ്റ് എവിഡൻസ് വേണം. നീ ഒരു കാര്യം ചെയ്യ്, എറിക്കുമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഞങ്ങൾ റെക്കോർഡ് ചെയ്തോളാം. ശരിക്കും വളരെ വിദഗ്ധമായ ഒരു പദ്ധതിയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കുന്നത്. എറിക്കിൻ്റെ വായിൽ നിന്ന് തന്നെ അവൻ്റെ മാതാപിതാക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം. അത് കിട്ടിയാൽ അവർക്ക് പിന്നെ എളുപ്പമാണ്. അത് കിട്ടത്തക്ക ശൈലിയിൽ എറിക്കിനോട് അവൻ്റെ സുഹൃത്ത് സംസാരിക്കണം. ആ നിബന്ധനയാണ് സുഹൃത്തിൻ്റെ മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെച്ചത്. ക്രെയാഗും എറിക്കും തമ്മിൽ പോലീസ് പറയുന്ന ഒരു പ്ലേസിലിരുന്ന് സംസാരിക്കണം. എങ്കിലേ പോലീസ് ഉദ്ദേശിക്കുന്ന ശൈലിയിൽ അവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നേരത്തെ നിശ്ചയിച്ച ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി എറിക്കും അതുപോലെ ക്രെയാഗും ഇരിക്കണം. ആ മേശയുടെ അടിയിൽ സംഭാഷണം റെക്കോർഡ് ചെയ്യാനുള്ള ഡിവൈസ് പോലീസ് പിടിപ്പിക്കും. അവിടെ നടക്കുന്ന മുഴുവൻ സംഭാഷണവും റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ പോലീസിന് ആ സംഭാഷണം അനലൈസ് ചെയ്ത് എറിക്കിനെ പിടികൂടാൻ പറ്റും. കാര്യങ്ങളൊക്കെ ക്രെയാഗിനോട് പോലീസ് വിശദമാക്കിയതും ക്രെയാഗ് അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാമെന്ന് പോലീസിനോട് സമ്മതിച്ചു. ഈ സമയം മുതൽ പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും എറിക്കിലേക്കും എറിക്കിൻ്റെ ജ്യേഷ്ഠൻ ലെയിലിലേക്കും തിരിഞ്ഞു. എറിക്കും ലെയിലും അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട ആ ദിവസങ്ങളിൽ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ശരിക്കും അവരുടെ സങ്കടം ആരെയും പിടിച്ചുലയ്ക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ശരിക്കും സങ്കടത്തിൽ മുങ്ങിപ്പോയ അവർ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു.
അന്വേഷണം എന്തായി എന്നറിയാനാണ് അവരെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എത്തിക്കൊണ്ടിരുന്ന അവർ ആഴ്ചകൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ വരുന്നതിൻ്റെ അളവ് കുറഞ്ഞു. ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് അവന്മാരെ ആ സ്റ്റേഷനിലേക്ക് കാണാറുമില്ല. അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് അറിയാം. അന്വേഷണത്തിന് വലിയ പുരോഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എറിക്കിൻ്റെ ജ്യേഷ്ഠനും അങ്ങോട്ട് വരാത്തതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുവരെയും കരുതിയിരുന്നത്. പക്ഷേ എറിക്കിൻ്റെ സുഹൃത്ത് പറഞ്ഞ കഥ കേട്ട നിമിഷം മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒന്നുകൂടി സൂക്ഷ്മമായി എറിക്കിൻ്റെ ജ്യേഷ്ഠനെയും ഒന്ന് പഠിച്ചു തുടങ്ങി. ആ പഠനം ശരിക്കും അയാളെ ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. എറിക്കിൻ്റെ ജ്യേഷ്ഠനും തികച്ചും നോർമൽ ലൈഫിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും മരിച്ചതിൻ്റെ ഒരു ലാഞ്ചനയും അവരുടെ ആക്ഷനിൽ ഇപ്പൊ കാണാനേ ഇല്ല. ഒരു തരത്തിലുള്ള ദുഃഖവും ഉള്ളതായി അവരെ കണ്ടാൽ ആരും പറയില്ല. അവർ രണ്ടുപേരും അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. പബ്ബുകളിലും ഡാൻസ് ബാറുകളിലും എന്ന് വേണ്ട സകല സ്ഥലത്തും അവർ അടിച്ചു പൊളിക്കുകയാണ്. പണം ചെലവഴിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ഇഷ്ടംപോലെ പണം അവർ വാരി ഇറക്കുന്നുണ്ട്. രണ്ടുപേരും പണം കൊണ്ട് കളിക്കണമെന്ന് പറയാം. പോലീസിലെ രഹസ്യ അന്വേഷണ വിഭാഗത്തിലെ സിഐഡികൾ എറിക്കും ലെയിലും പോകുന്ന ഡാൻസ് ബാറുകളും പബ്ബുകളും ഒക്കെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ അവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ഇപ്പോ എറിക്കിന്റെ ജ്യേഷ്ഠൻ ലെയിലും ധരിക്കുന്നത് റോളക്സ് വാച്ചുകളാണ്. ശരിക്കും ആഡംബര ശ്രേണിയിലുള്ള വാഹനങ്ങളിലേക്ക് അവർ രണ്ടുപേരും മാറുകയും ചെയ്തു. ഡ്രസ്സ് പോലും ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രസിദ്ധമായ ബ്രാൻഡുകളുടെ ഡ്രസ്സുകൾ, ഷൂ, ബെൽറ്റ് ഇതൊക്കെ ധരിച്ച് അവരെ പുറത്ത് കാണാറുള്ളൂ. അതാണ് ഇപ്പോൾ അവരുടെ ശൈലി. അവരുടെ ആ ധാരാളിത്തത്തോടുള്ള ലൈഫ് കണ്ട പോലീസ് അവർ ചെലവഴിച്ച പണം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണം കൂടി ഇതിനിടെ തുടങ്ങി വെച്ചു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, അതായത് ജോസ് മെൻഡസും ഭാര്യ കിറ്റി മെൻഡസും കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ചുരുങ്ങിയ ദിവസം കൊണ്ട് എറിക്കിന്റെ ജ്യേഷ്ഠൻ ലെയിലും കൂടി ചെലവാക്കിയിരിക്കുന്നത് ഏകദേശം 6.5 കോടി രൂപയാണ്. പണം അടിച്ചു തീർക്കാൻ അവന്മാർക്ക് ഒരു മടിയുമില്ല എന്ന് ആ ചെലവ് വിളിച്ചു പറയുകയാണ്. ശരിക്കും അപ്രതീക്ഷിതമായി ഒരു വൻ ലോട്ടറി ആർക്കെങ്കിലും അടിക്കുമ്പോൾ ആ തുക ഉപയോഗിച്ച് ജീവിതം അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേ ശൈലിയിലാണ് ഇവിടെ എറിക്കിന്റെ ജ്യേഷ്ഠനും പണം ചെലവഴിക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ സമ്പാദിച്ച പണം അവർക്ക് ലഭിച്ച ഒരു പ്രതീതിയിലല്ല അവരുടെ പെരുമാറ്റം. എറിക്കിന്റെ സുഹൃത്തു പറഞ്ഞ കഥയിലെ ആ സംശയവും എറിക്കിന്റെയും ജ്യേഷ്ഠൻ ലെയിലിന്റെയും ജീവിതവും കൂട്ടി വായിച്ചു തുടങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടെയുള്ള ആളുകൾക്കും സ്വാഭാവികമായും എറിക്കിലേക്ക് സംശയം വന്നു തുടങ്ങി. എറിക്കിലേക്ക് മാത്രമല്ല, ലെയിലിലേക്കും. എറിക്കിന്റെ സുഹൃത്തു പറഞ്ഞ ആ സംശയത്തിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട സമയമാണ്. അത് കണ്ടുപിടിക്കാൻ എറിക്കിന്റെ സുഹൃത്തും തമ്മിലുള്ള ആ സംഭാഷണം നടക്കണം. അങ്ങനെ പോലീസ് കാത്തിരുന്ന ആ ദിവസമെത്തി. എറിക്കിന്റെ സുഹൃത്ത് ക്രയാഗ് എറിക്കിനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇപ്പൊ എറിക്ക് അത്തരം റെസ്റ്റോറൻറ്റുകളിൽ സാധാരണ പോകാത്ത ആളാണ്. എറിക്കിന്റെ സഹോദരൻ ലെയിലും ഒക്കെ അടിപൊളി ഹോട്ടലുകളിലും അടിപൊളി പബ്ബുകളിലും ഒക്കെയായി കറങ്ങി നടക്കുമ്പോൾ ഇതുപോലൊരു റെസ്റ്റോറൻറ്റിൽ വരാൻ അയാൾക്കൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഒരു കഥയുടെ ഡിസ്കഷന് വേണ്ടിയാണെന്ന് എറിക്കിനോട് ക്രയാഗ് പറഞ്ഞതുകൊണ്ടാണ് എറിക്ക് ക്രയാഗിനെ കാണാൻ എത്തിയത്. ക്രയാഗ് എറിക്കിനെ പോലീസ് നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന ആ ടേബിളിനടുത്തേക്ക് എത്തിച്ചു. അവർ രണ്ടുപേരും മുഖാമുഖം ഇരിക്കുകയാണ്. ക്രയാഗ് എറിക്കിനോട് സംസാരിച്ചു തുടങ്ങി. എറിക്, ഞാൻ ആ കഥ നന്നായി വായിച്ചു. ശരിക്കും ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ സംഭവവും അതിനകത്തുണ്ട്. ഈ കഥ വായിച്ചപ്പോൾ എനിക്കൊരു സംശയം. എറിക്കിന് ഈ കഥയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റി? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ക്രയാഗിന്റെ ആ ചോദ്യം കേട്ടതും എറിക്ക് ക്രയാഗിനെ ഒന്ന് നോക്കിയിട്ട് ക്രയാഗിനോട് പറഞ്ഞു, ഏയ് എന്ത് എക്സ്പീരിയൻസ്? നീ ഒരു സിനിമ ചെയ്യാനുള്ള കഥ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലൊന്ന് തട്ടിക്കൂട്ടിയതാണ്. ഏയ് എറിക്, ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് നിന്റെ അച്ഛനമ്മയുടെ മരണവുമായി ഇതിനൊരു ബന്ധമുണ്ടെന്ന് തോന്നി. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ക്രയാഗ്, നീ എന്തായി പറയുന്നത്? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണവും ഈ കഥയെന്ന് പോലെ എന്ത് ബന്ധം? എറിക്ക് അങ്ങനെ പറഞ്ഞിട്ടും ക്രയാഗ് എറിക്കിനെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണവുമായി ബന്ധിപ്പിച്ച വിഷയത്തിൽ ഒന്ന് പിടിച്ചു നിർത്തി ചർച്ച ചെയ്യാൻ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കിയെങ്കിലും എറിക്ക് പിടികൊടുത്തതേയില്ല. എറിക്ക്
അവൻ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കഥയാണെന്നുള്ള പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവന് പരിചയമുള്ള ഒരു സംഭവങ്ങളുമായും ആ കഥയ്ക്ക് ബന്ധമില്ലെന്നും അത് തികച്ച ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്നുമാണ് എറിക്ക് അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. സുഹൃത്ത് പഠിച്ച പടി 18 നോക്കുകയാണ് എറിക്കിനെ കൊണ്ട് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണവുമായി ആ കഥയെ ബന്ധിപ്പിക്കാൻ. പക്ഷേ അത് മാത്രം നടന്നില്ല. മേശയ്ക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന റിസീവറിൽ നിന്ന് ലഭിക്കുന്ന സംഭാഷണം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടെയുള്ള ആളുകളും. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ദിവസത്തെ കാത്തിരുന്നത്. ഏകദേശം അരമണിക്കൂറോളം എറിക്കും അവൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചിട്ടും എറിക്കിനെ പിടികൂടാൻ പറ്റുന്ന, അല്ലെങ്കിൽ എറിക്കിനെ ആ കൊലപാതകവുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നും ആ സംഭാഷണത്തിൽ നിന്ന് ലഭിച്ചില്ല. എറിക്കിന്റെ സുഹൃത്ത് തോന്നിയ വെറും ഒരു സംശയമായി ആ കഥ അവിടെ അങ്ങ് അവസാനിച്ചു. പോലീസിന് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു യഥാർത്ഥത്തിൽ എറിക്കിന്റെ സഹോദരനും. അതാണ് ഇവിടെ മിസ്സാകുന്നത്. പോലീസ് വീണ്ടും ഇരുട്ടിൽ തപ്പുകയാണ്. എറിക്കിന്റെ സഹോദരനുമല്ല ആ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ പിന്നെ ആരാണ് കൊല നടത്തിയത്? ആ അന്വേഷണം വീണ്ടും അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരു സ്ത്രീ പോലീസിനെ അന്വേഷിച്ചു വന്നു. അവർക്ക് മെൻഡസിന്റെ കുടുംബത്തിൽ നടന്ന ആ മരണത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പോലീസിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞതും ആ സ്ത്രീയെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുറിയിലേക്ക് കടന്നു വന്ന സുന്ദരിയായ ആ സ്ത്രീ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സർ, എനിക്ക് മെൻഡസ് കുടുംബത്തിൽ നടന്ന ഇരട്ടക്കൊലയെക്കുറിച്ച് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ലവർ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ കാണാനായി അനവധി രോഗികൾ വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു രോഗി എൻ്റെ ലവറോട് പറഞ്ഞ കാര്യം ലവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലവർ പോലും അറിയാതെ ആ പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങ് ഇതൊന്ന് കേട്ടു നോക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അവരൊരു കാസറ്റ് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടുതലൊന്നും ചോദിക്കാതെ ആ കാസറ്റ് പ്ലേ ചെയ്ത് തുടങ്ങി. ആ കാസറ്റ് പ്ലേ ചെയ്ത് തുടങ്ങിയതും നല്ല മുഴക്കമുള്ള ഒരു പുരുഷ ശബ്ദം അതിന് കേൾക്കാം. ജൂഡ്, ഞാൻ നിന്നോട് ഈ പറയുന്ന കാര്യം നീ ആരോടും പറയരുത്. എന്നാലും നിന്നോടെങ്കിലും ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു രോഗി ഡോക്ടറോട് പറയുന്ന കാര്യം മറ്റാരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ആരും അറിയാതെ പോകും. അതുകൊണ്ട് ഞാനിത് നിന്നോട് പറയുന്നത്. ജൂഡ്, നിനക്കറിയാമല്ലോ ആ മെൻഡസ് കുടുംബത്തിലെ മരണം? അതെ ജെറോം, എനിക്കറിയാം. എന്ത് സംഭവിച്ചു? ജൂഡ്, ആ മെൻഡസ് കുടുംബത്തിലെ മരണത്തിന് ശേഷം ഈ അടുത്ത ദിവസം അവരുടെ ഇളയ മകൻ എറിക്ക് എന്നെ കാണാൻ വന്നിരുന്നു. അവൻ ശരിക്കും അസ്വസ്ഥനായിരുന്നു. അവന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. രാത്രിയും പകലും ഉറങ്ങാൻ പറ്റാതായ അവൻ ശരിക്കും അവൻ്റെ മനസ്സ് ശമിപ്പിക്കാനായി ഡാൻസ് ബാറുകളിലും പബ്ബുകളിലും ഒക്കെ കറങ്ങി നടക്കുകയാണ്. വെള്ളമടിച്ച് അങ്ങനെ മയങ്ങുമ്പോൾ ഉറങ്ങുന്നതല്ലാതെ നേരെ ചൊവ്വെ ഉറങ്ങാൻ അവന് പറ്റുന്നില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ തിരക്കിയപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ കൺമുമ്പിൽ അവൻ്റെ അച്ഛനും അമ്മയും വരുമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, സാധാരണ സ്നേഹമുള്ള അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ കടന്നു വരിക സ്വാഭാവികമാണ്. അതും അതേ നാളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നാളെ കാണത്തുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ഡോക്ടർ, അതല്ല വിഷയം. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന അച്ഛനും അമ്മയും എന്നെ തന്നെ നോക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ കണ്ണുകൾ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നേയില്ല. ഞാനെന്തോ കുറ്റം ചെയ്തതുപോലെ അവർ എന്നെ നോക്കുന്നുണ്ട്. അവനങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ എന്ത് കുറ്റമാണ് ചെയ്തത്? ഞാനങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അവനൊന്നും മിണ്ടിയില്ല. പിന്നീട് അവൻ പറയുകയാണ്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിൽ അവന് കൂടി പങ്കുണ്ടെന്ന്. അവനത് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ നടുങ്ങിപ്പോയി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ ഒരു നിമിഷം അവനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു പോവുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് അവനെ കഴിക്കാൻ ചില മരുന്നൊക്കെ കൊടുത്ത് അവനെ അവിടുന്ന് യാത്രയാക്കി. അവൻ പറഞ്ഞത് വ്യക്തമായിട്ടാണ്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിൽ അവനെ കൂടി പങ്കുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഈ വിവരം അവൻ യാദൃശ്യവശാൽ എന്നോട് പറഞ്ഞു പോയതാണ്. അവൻ വീട്ടിലെത്തുമ്പോൾ അവന് സ്വബോധം വരും. ആ സമയത്ത് അവൻ എന്നോട് ഈ കാര്യം പറഞ്ഞ കാര്യം ഓർക്കും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ അവ എന്നെ കൊല്ലാൻ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്.
അവന് എതിരായിട്ടുള്ള ഒരു തെളിവായി ഞാൻ മാറാതിരിക്കാൻ അവൻ എന്നെ കൊല്ലുമെന്ന് ഭയക്കുന്നതുകൊണ്ടാണ് ഈ വിവരം ഞാൻ നിന്നോട് പറയുന്നത്. ജൂഡ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഈ കാര്യം പോലീസിൽ അറിയിക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കോള് കട്ടാവുന്നത്. ആ ഓഡിയോ കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ശരിക്കും അമ്പരപ്പോടെയാണ് അയാളുടെ മുന്നിലിരിക്കുന്ന ജൂഡ് ലോണിനെ നോക്കിയത്. ജൂഡ് ലോണിന്റെ വളരെ വളരെ ഉജ്ജ്വലമായ ഒരു നിമിഷത്തെ ശ്രമമാണ് ആ ഓഡിയോ കാസറ്റിന്റെ പിന്നിലുള്ളത്. അവളുടെ കാമുകനായ ജെറോം പറയാൻ പോകുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാണ് അവൾ അത് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷനായി മാറിയിരിക്കുകയാണ്. എറിക്കിന് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണവുമായി വ്യക്തമായ ബന്ധമുണ്ട്. ആ കാര്യം അവൻ യാദൃശ്യവശാൽ ആണെങ്കിൽ പോലും ഡോക്ടറോട് സമ്മതിച്ചിരിക്കുകയാണ്. നേരത്തെ എറിക്കിന്റെ സുഹൃത്ത് സംശയിച്ച അതേ കാര്യം എറിക്കിന്റെ നാവിലൂടെ തന്നെ ഡോക്ടർ ജെറോം കേട്ടിരിക്കുകയാണ്. ഡോക്ടർ ജെറോമിന്റെ ശബ്ദത്തിലൂടെ ആ കാര്യം കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ നിഗമനം അയാളുടെ ടീം അംഗങ്ങളുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. എറിക്ക് കൂടി ഇൻവോൾവ് ആയ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നുള്ള ഇൻഫർമേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ അംഗങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചതും അവർ അവസാനം ആ നിർണായകമായ തീരുമാനമെടുത്തു. എറിക്കിനെയും എറിക്കിൻ്റെ ജ്യേഷ്ഠനെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത്. ഇതുവരെ ആ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെയും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അവർക്കിതാ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. കൊലപാതകം നടന്നത് 89 ആഗസ്റ്റ് 20-നാണ്. ഇപ്പോൾ 90 മാർച്ച് ആയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 8. അന്വേഷണ ഉദ്യോഗസ്ഥരും ടീമംഗങ്ങളും അതിവേഗം മെൻഡസിന്റെ ആ കുടുംബ വീട്ടിലേക്ക് തിരിച്ചു. ശരിക്കും ആ വീട് ഒരു കൊട്ടാരത്തിന് തുല്യമായ വീടാണ്. ആ വീട്ടിൽ അവരെത്തുമ്പോൾ എറിക്കിന്റെ ജ്യേഷ്ഠൻ ലെയിൽ മെൻഡസ് ആണ് അവിടെ ഉള്ളത്. ലെയിൽ മെൻഡസിനെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ വിധേയവുമായി കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്ത് ലെയിലിന്റെ ഇളയ സഹോദരൻ എറിക്ക് ഇസ്രയേലിലാണ്. ഇസ്രയേലിലായിരുന്ന എറിക്ക് ലോസ് ആഞ്ചലസിൽ അവന്റെ സഹോദരൻ ജ്യേഷ്ഠൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരമറിഞ്ഞത് അവൻ അവിടെ നിന്ന് നേരെ ലോസ് ആഞ്ചലസിലേക്ക് പറന്നിറങ്ങി. അവനെ കാത്ത് എയർപോർട്ടിൽ ഉണ്ടായിരുന്ന പോലീസ് അവിടെ വെച്ച് തന്നെ അവനെ പോക്കി. എറിക്കിനെയും ലെയിലിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന മുറിയിലെത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലൊന്നും അവർക്ക് യഥാർത്ഥത്തിൽ നടത്തേണ്ടി വന്നില്ല. ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരും കുറ്റം സമ്മതിച്ചു. അവരുടെ കുറ്റസമ്മത മൊഴി പുറത്തു വന്ന ആ നിമിഷം തന്നെ ന്യൂസ് ചാനലുകൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. ശരിക്കും കാലിഫോർണിയ മുഴുവൻ പിടിച്ചു കുലുക്കിയ ആ ഇരട്ട കൊലപാതകം നടത്തിയത് ആരാണെന്ന് ഇതാ കണ്ടെത്തിയിരിക്കുന്നു. സകലരും അറിയുന്ന ആ മെൻഡസ് കുടുംബത്തിലെ കൊലപാതകികൾ അവരുടെ തന്നെ മക്കളാണെന്നുള്ള വാർത്ത വല്ലാത്തൊരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു ന്യൂസ് റിലീസാണ്. പത്രങ്ങളിലും ചാനലുകളും ഈ വാർത്ത മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശരിക്കും ഇഷ്ടംപോലെ റിപ്പോർട്ടുകൾ വരികയാണ്. ബെവേളി ഹിൽസിലേക്ക് ചാനലുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായെന്ന് പറയാം. പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ ഉണ്ടാവുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ചരിത്രവും മെൻഡസ് കുടുംബത്തിലെ ആ കൊല്ലപ്പെട്ട ജോസിൻ്റെയും കിറ്റിയുടെയും പ്രണയ വിവാഹവും അവരുടെ ലൈഫും ഒക്കെ ചെകഞ്ഞെടുത്ത് ഇഷ്ടംപോലെ കഥകൾ ഉണ്ടായി വരികയാണ്. എന്തിനായിരിക്കാം മക്കൾ അച്ഛനും അമ്മയും കൊന്നത്? അതാണ് സകല പത്രങ്ങളും ചാനലുകളും ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരോട് ലെയിലും എറിക്കും സാവധാനം നൽകി തുടങ്ങി. അന്വേഷണ ഉദ്യോഗസ്ഥരോട് എറിക്കും ലെയിലും പറഞ്ഞ ആ കഥയ്ക്ക് അനുകൂലമായി ഒരു ഫൈനൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാർ ചെയ്യപ്പെട്ടു. FIR കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. 93 വിചാരണ ആരംഭിച്ചു. ആ വിചാരണ നടക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് മെൻഡസ് സഹോദരന്മാർ അവരുടെ അച്ഛനെയും അമ്മയെ കൊന്നു എന്നുള്ള കഥ ലോകം അറിയുന്നത്. അമ്പരപ്പിക്കുന്നതാണ് ആ കഥ. കോടതിയിൽ എറിക്കും ലെയിലും ഒരു ഭാഗത്തും മറുഭാഗത്ത് മെൻഡസ് കുടുംബാംഗങ്ങൾ മുഴുവനുമുണ്ട്. ഒരു നിയമ പോരാട്ടമാണ് കോടതിയിൽ നടക്കുന്നത്. ആ നിയമ പോരാട്ടം നടക്കുമ്പോഴാണ് എറിക്കും ലെയിലും എന്തുകൊണ്ട് അവർ അവരുടെ അച്ഛനെയും അമ്മയും കൊന്നു എന്നുള്ള കഥ പബ്ലിക്കായി കോടതിയിൽ പറയുന്നത്. ജോസ് മെൻഡസ് സകലരും അറിയുന്ന
സകലരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അയാളാണ് 89 ആഗസ്റ്റ് 20 അയാളുടെ ഭാര്യയ്ക്കൊപ്പം കൊല്ലപ്പെട്ടത്. നല്ല ഒരു ഇമേജ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജോസ് മെൻഡസിനെ കുറിച്ച് അവരുടെ മൂത്ത മകൻ ലെയിൽ മെൻഡസ് പറഞ്ഞു. ഇപ്പോ ഈ പത്രങ്ങളിൽ കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് ജോസ് മെൻഡസ്. നിങ്ങൾ പറയും പോലെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനെ അല്ല. ശരിക്കും കോടതി മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത സൃഷ്ടിച്ച ഒരു വാചകമാണ് ലെയിൽ മെൻഡസിന്റെ ആ ഇൻട്രൊഡക്ടറി ഡയലോഗ് എന്ന് പറയുന്നത്. മകൻ അച്ഛനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ കോടതി ചെവി കൂർപ്പിക്കുമ്പോൾ ലെയിൽ അവൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുകയാണ്. ലെയിലിനോടും അവൻ്റെ അനുജൻ എറിക്കിനോടും അവൻ്റെ അച്ഛൻ്റെ പെരുമാറ്റം സാധാരണഗതിയിൽ ഒരു അച്ഛൻ മക്കളോട് പെരുമാറുന്ന ശൈലിയിലേ ആയിരുന്നില്ല. അയാൾ ലെയിലിനെയും അതുപോലെ എറിക്കിനെയും ലൈംഗികമായി പീഡിപ്പിക്കുമായിരുന്നു. ശരിക്കും ജോസ് മെൻഡസ് അയാളുടെ ആ ഗേ സ്വഭാവം കാണിച്ചത് അയാളുടെ മക്കളടുത്ത് തന്നെയാണ്. മക്കളാണെന്ന് പോലും ആലോചിക്കാതെ ക്രൂരമായി പീഡിപ്പിക്കുമായിരുന്നു. ആ പീഡനം പലപ്പോഴും മക്കൾ അവരുടെ അമ്മ കിറ്റി മെൻഡസിന്റെ മുന്നിൽ അവതരിപ്പിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അമ്മ കിറ്റി മെൻഡസ് അതങ്ങ് ചിരിച്ചു തള്ളുമായിരുന്നു. അവരുടെ ഭർത്താവ് ജോസ് മെൻഡസ് ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള ശൈലിയിലാണ് കിറ്റി മെൻഡസിന്റെ പെരുമാറ്റം. ജോസിനെതിരെ പരാതി പറയുന്ന ലെയിലിനെയും എറിക്കിനെയും ക്രൂരമായി ഉപദ്രവിക്കാൻ കിറ്റി സമയം കണ്ടെത്തുകയും ചെയ്യും. കിറ്റിയും ജോസും ചേർന്ന് മക്കളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. എറിക്കിന് 6 വയസ്സും ലെയിലിന് 8 വയസ്സും ഉള്ളപ്പോൾ തന്നെ അവരെ അച്ഛനും അമ്മയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ലൈംഗികമായി പീഡിപ്പിക്കുന്ന ജോസിന് കൂട്ടുനിൽക്കുന്ന കിറ്റി മക്കളെ ഉപദ്രവിക്കാനും കൂട്ടുനിൽക്കുമായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോസ് വീട്ടിൽ വേറെ സ്ത്രീകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. ആ വീട്ടിൽ കിറ്റി മെൻഡസ് ഉള്ളപ്പോൾ തന്നെ വേറെ സ്ത്രീകളുമായി അയാൾ കഴിയുന്നത് മക്കള് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽ അമ്മ കിറ്റി മെൻഡസിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. തികഞ്ഞ താന്തോന്നികളായ അച്ഛനും അമ്മയും. അങ്ങനെയാണ് ലെയിലും എറിക്കും ജോസിനെയും അതുപോലെ കിറ്റിയും കോടതിയിൽ ചിത്രീകരിച്ചത്. ഈ വാദത്തെ സ്വാഭാവികമായും മെൻഡസിന്റെ കുടുംബാംഗങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തു. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരണപ്പെട്ട ജോസ് മെൻഡസിനെയും കിറ്റി മെൻഡസിനെയും താറടിച്ച് കാണിക്കാനായി മക്കൾ ചമയ്ക്കുന്ന കഥയാണെന്നാണ് മെൻഡസിന്റെ റിലേറ്റീവ്സ് കോടതിയിൽ വാദിച്ചത്. ഈ വാദം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ കൊല എങ്ങനെ നടന്നു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. 1989 ആഗസ്റ്റ് 20 വൈകുന്നേരം ജോസ് മെൻഡസും ഭാര്യ കിറ്റി മെൻഡസും കൂടി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തെക്കൻ കാലിഫോർണിയയിലെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച 2 ഷോട്ട് ഗണ്ണുകൾ എറിക്കും അവൻ്റെ ജ്യേഷ്ഠൻ ലെയിലും പുറത്തെടുത്തു. ഷോട്ട് ഗണ്ണുകളുമായി ആ സ്വീകരണ മുറിയിലെത്തിയ അവർ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്ന ജോസിനെയും അതുപോലെ കിറ്റിയും കണ്ടു. അവർക്ക് 2 പേർക്കും എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമ്പോൾ ലെയിലും എറിക്കും ചേർന്ന് ജോസിനെയും കിറ്റിയും നിറയൊഴിക്കുകയായിരുന്നു. 2 പേരും മരിച്ചു എന്ന് ഉറപ്പാക്കുന്നവരെ എറിക്കും ലെയിലും നിറയൊഴിക്കുകയായിരുന്നു. വെടിശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്കാർ ആ സമയത്ത് അവിടേക്ക് എത്തുകയാണെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്നാണ് 2 പേരും നേരത്തെ ചിന്തിച്ചിരുന്നത്. പക്ഷേ അന്നെന്തോ വെടിശബ്ദം അടുത്ത വീടുകളിൽ കേൾക്കാതെ പോയി. ആ വീടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാകാം ആ ശബ്ദം പുറത്തേക്ക് പോകാത്തത്. അയൽക്കാരും അങ്ങോട്ട് വന്നില്ല. സമയം അതിവേഗം കടന്നു പോവുകയായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ലെയിലും അവൻ്റെ അനുജൻ എറിക്കും അയൽക്കാർക്ക് വേണ്ടി കാത്തു നിന്നെങ്കിലും ആരെയും കാണാതായതും അവർ 2 പേരും കൂടി ആ തോക്കുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു സ്ഥലത്ത് കുഴിയെടുത്ത് ആ തോക്കുകൾ അവർ അതിനകത്ത് നിക്ഷേപിച്ചു. കുഴി മൂടിയതിനു ശേഷം അവർ വീടിനകത്തേക്ക് വന്നു. അച്ഛനും അമ്മയും അപ്പോഴും രക്തത്തിൽ കുളിച്ച് ആ സ്വീകരണ മുറിയിൽ കിടക്കുകയാണ്. അവരെ ഒന്ന് നോക്കിയിട്ട് 2 പേരും പോയി ഡ്രസ്സ് ചെയ്തു. ഡ്രസ്സ് ചെയ്തതിനു ശേഷം വീട് ചാരി അവർ സിനിമയ്ക്ക് പോയി. ചാരി ഇട്ടിരിക്കുന്ന വീട് തുറന്ന് ആരെങ്കിലും അകത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും കണ്ടുകൊള്ളുമെന്ന് അവർക്ക് നല്ല ധാരണയായിരുന്നു. 2 പേരും സിനിമയ്ക്ക് എത്തുമ്പോൾ സിനിമ തുടങ്ങിയിട്ട് ഏകദേശം പകുതി സമയമായി.
ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പോൾ ടിക്കറ്റ് കൊടുക്കാനിരുന്ന ആള് അവരോട് ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. സിനിമ ഏതാണ്ട് തീരാറായെന്ന് അയാൾ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, ബാക്കി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ടിക്കറ്റ് വാങ്ങിച്ചത്. ഈ കൊല നടന്ന സമയത്ത് എറിക്കും ലെയിലും എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നേരത്തെ ഒരു തവണ പോലീസ് തിരക്കിയതാണ്. ആ സമയത്ത് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ ആ സിനിമ എത്ര മണിക്കാണ് തുടങ്ങിയെന്നുള്ള കാര്യം പോലീസ് തിരക്കിയിരുന്നു. ആ വിവരം തിരക്കിയ പോലീസിന് ലഭിച്ച സമയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മെൻഡസ് ദമ്പതികളുടെ മരണവും തമ്മിൽ പോലീസ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിരുന്നു. മെൻഡസ് ദമ്പതികൾ കൊല്ലപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആ രണ്ട് ചെറുപ്പക്കാരും സിനിമാ തിയേറ്ററിലായിരുന്നുവെന്ന് പോലീസിന് ഉത്തമ ബോധ്യമായത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴാണ് കഥ അവർ തിരിച്ചറിയുന്നത്. രണ്ട് മക്കളും ഏതാണ്ട് ഇന്റർവെല്ലിന് അടുപ്പിച്ചാണ് സിനിമ കണ്ടു തുടങ്ങിയത്. സിനിമ തീർന്നപ്പോൾ ലെയിലും എറിക്കും കൂടി വീട്ടിൽ മടങ്ങിയെത്തുന്ന അവരുടെ പ്രതീക്ഷ ഇതിനിടയിൽ അയൽക്കാരെങ്കിലും ആ വീട്ടിലെത്തിക്കാണുമെന്നും അയൽക്കാർ പറഞ്ഞ് പോലീസിൽ വിവരം അറിഞ്ഞു കാണുമെന്നും പോലീസ് ആ വീട്ടിൽ നിരീക്ഷണം നടത്തിയായിരിക്കുമെന്നാണ്. പക്ഷെ അവിടെ എത്തി എറിക്കും ലെയിലും കണ്ടത് വീട്ടിൽ ആരുമില്ല എന്ന അവസ്ഥയാണ്. വീടിനകത്തേക്ക് കയറി അവർ മരിച്ചു കിടക്കുന്ന അച്ഛനും അമ്മയും ഒന്നുകൂടെ നോക്കിയിട്ട് ഫോണിൽ പോലീസിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. വളരെ വിശദമായിട്ട് തന്നെ എറിക്കും ലെയിലും അവരുടെ കുറ്റസമ്മതം കോടതിയിൽ അങ്ങ് നടത്തി. തങ്ങളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന മാതാപിതാക്കളോട് തോന്നിയ ദേഷ്യം കൊണ്ടാണ് അവരെ കൊന്നതെന്ന് എറിക്കും ലെയിലും പറഞ്ഞപ്പോൾ മെൻഡസിന്റെ ബന്ധുക്കൾ കോടതിയിൽ പറഞ്ഞത് മറ്റൊരു വാദമാണ്. എറിക്കും ലെയിലും തികച്ചും കുരുത്തം കെട്ട പിള്ളേരായിരുന്നു. ഒരു തരത്തിലുള്ള അനുസരണയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെൻഡസ് അയാളുടെ സ്വത്തുക്കൾ ഭാഗം വെച്ച് ഒരു വിൽപ്പത്രം എഴുതിയപ്പോൾ അവിടെ കുറച്ച് സ്വത്തുക്കളെ മക്കൾക്കായി നീക്കിവെച്ചുള്ളൂ. അതിൽ ദേഷ്യം തോന്നിയ എറിക്കും ലെയിലും അച്ഛനും അമ്മയോടും സ്വത്തുക്കൾ അവരുടെ പേരിലേക്ക് മടക്കി എഴുതണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്യാൻ മെൻഡസ് വിസമ്മതിച്ചുകൊണ്ടാണ് ജോസ് മെൻഡസിനെയും ഭാര്യ കിറ്റി മെൻഡസിനെയും എറിക്കും ലെയിലും ചെന്ന് വധിച്ചതെന്നാണ് മെൻഡസിന്റെ ബന്ധുക്കളുടെ വാദം. കോടതിയിൽ ഈ രണ്ട് ഭാഗവും അവരുടെ വാദങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷിയായി എത്തിയ ഡോക്ടർ ജെറോമിന്റെ ആ ടേപ്പ് അവിടെ പ്ലേ ചെയ്യപ്പെട്ടു. ആ ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ കോടതിയിൽ ആ ടേപ്പിലെ ശബ്ദം കേൾക്കുന്ന ഏവർക്കും ഒരു കാര്യം ബോധ്യമായി. എറിക്ക് വല്ലാത്ത മാനസിക ടെൻഷൻ അനുഭവിക്കായിരുന്നു. ആ കാര്യം ബോധ്യമായതും ജെറോമിനോട് പ്രോസിക്യൂഷനും അതുപോലെ ഡിഫൻസും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഡോക്ടർ ജെറോം അയാൾ എറിക്കിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിൽ ധരിപ്പിച്ചു. എറിക്ക് ശരിക്കും ഭയന്നിട്ടുണ്ടായിരുന്നു. എറിക്കിനെയും അവന്റെ ജ്യേഷ്ഠൻ ലെയിലിനെയും അവന്റെ പിതാവും മാതാവും ചേർന്ന് കൊല്ലും എന്നൊരു ഭയം എറിക്കിന് നന്നായിട്ടുണ്ടായിരുന്നു. ആ ഭയമാണ് യഥാർത്ഥത്തിൽ എറിക്കിനെയും അവന്റെ ജ്യേഷ്ഠനെയും കൊണ്ട് മെൻഡസ് ദമ്പതികളെ കൊല്ലുന്ന കൃത്യത്തിലേക്ക് എത്തിച്ചത്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡോക്ടർ ജെറോം അവിടെ പറഞ്ഞത്. പക്ഷേ ഡോക്ടർ ജെറോമിന്റെ ആ തിയറിയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എറിക്കും അതുപോലെ ലെയിലും തുടർന്ന് കോടതിയിൽ മൊഴി നൽകിയത്. അവർ രണ്ടുപേരും ചേർന്ന് എന്തിന് അച്ഛനമ്മയെ കൊന്നു എന്നതിന്റെ വ്യക്തമായ ഉത്തരം അവസാനമാണ് അവർ പറഞ്ഞത്. എറിക്കിനെയും അവന്റെ ജ്യേഷ്ഠനെയും ക്രൂരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുമായിരുന്ന മെൻഡസ് ദമ്പതികൾ അവരുടെ സ്വത്തിന്റെ വളരെ ചെറിയൊരു അംശം മാത്രം മക്കൾക്ക് നീക്കിവെച്ച കാര്യം മക്കൾ അറിഞ്ഞു എന്നുള്ളത് അവരിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾ വഴി ആ വിവരം പുറത്തറിയുമ്പോൾ സ്വാഭാവികമായും പുറത്തുള്ള ആളുകൾ അതിൻ്റെ കാരണം തിരക്കി തുടങ്ങി. അങ്ങനെ കാരണം തിരക്കുമ്പോൾ മക്കൾ അവരെ ലൈംഗികമായി അച്ഛൻ പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ള കഥ പുറത്തു പറഞ്ഞാൽ അവരുടെ സമൂഹത്തിലെ വില അതുകൂടെ ഇടിയും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മക്കളെ കൊല്ലാൻ ഭാര്യ കിറ്റിയുമായി ജോസ് മെൻഡസ് ഒരു ധാരണ ഉണ്ടാക്കിയെന്നാണ് എറിക്കും ലെയിലും കോടതിയിൽ അവസാനമായി പറഞ്ഞത്. അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമായപ്പോൾ ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനും അമ്മയും അവർ വകവരുത്തിയെന്നാണ് എറിക്കും ലെയിലും കോടതിയിൽ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് അവസാനം കൊടുത്ത മൊഴി. കോടതിയിൽ ജഡ്ജിക്കൊപ്പം ജൂറി അംഗങ്ങൾ അങ്ങ് നിരന്നിരിക്കുകയാണ്. ജൂറി അംഗങ്ങളിൽ ഇപ്പോ വ്യക്തമായ വേർതിരിവുണ്ടായി. കൊല്ലപ്പെടാൻ സാധ്യതയുള്ള എറിക്കിന്റെ സഹോദരനും ചേർന്ന് ആ സാഹചര്യം ഒഴിവാക്കാനായി അവരുടെ അച്ഛനും അമ്മയും കൊന്നതാണ് എന്നാണ് എറിക്കിന്റെ ജ്യേഷ്ഠനും കോടതി പറഞ്ഞത്. ആ വാദം ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജൂറിയുടെ ഭാഗമായിട്ടുണ്ട്.
അതേ സമയത്ത് നിരപരാധികളായ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വത്ത് തട്ടിയെടുക്കാനായി മക്കൾ നടത്തിയ നാടകമാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ ജൂറിയിൽ മറ്റു ഭാഗമായിട്ടുണ്ട്. ജൂറി അംഗങ്ങൾ തമ്മിൽ ശരിക്കും അതിശക്തമായ അഭിപ്രായ വ്യത്യാസം വന്നതും ജഡ്ജി ആ ജൂറിയെ തന്നെ പിരിച്ചുവിട്ടു. അതോടുകൂടി അതുവരെ നടന്ന വിചാരണ റദ്ദായി. അടുത്ത വിചാരണ നടക്കുന്നത് 95-ലാണ്. പുതിയ ജൂറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് വിചാരണ ആരംഭിച്ചത്. ആ വിചാരണയിലും നേരത്തെ കേട്ട അതേ വാദമുഖങ്ങളൊക്കെ വന്നു. പക്ഷേ ഈ വാദമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുമെങ്കിലും എറിക്കിനും ലെയ്ലിനും അവരെ രണ്ടുപേരെയും മാതാപിതാക്കൾ പീഡിപ്പിച്ചിരുന്നുവെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ദൃക്സാക്ഷികളുമില്ല, അതുപോലെ മറ്റ് ഫോട്ടോ തെളിവുകളോ ഒന്നുമേ ഇല്ല. 90 മാർച്ച് മുതൽ എറിക്കിന്റെ സഹോദരനും റിമാൻഡ് തടവിലാണ്. 95-ൽ ഈ വിചാരണ നടക്കുമ്പോഴും അവർ ജയിലിലാണ്. അവർക്ക് അനുകൂലമായ തെളിവുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യം കോടതി ഏതാണ്ട് ഉറപ്പിക്കുമ്പോഴാണ് അവരുടെ ഒരു ആന്റി സാക്ഷി പറയാനായി കോടതിയിലെത്തുന്നത്. 88-ലെ അവന്റെ അച്ഛനും അമ്മയും ചേർന്ന് എറിക്കിനെയും അവന്റെ ജ്യേഷ്ഠനെയും ശാരീരികമായും മാനസികമായും ലൈംഗികമായും പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ള കാര്യം തന്നെ അറിയിച്ചിരുന്നു എന്നാണ് ആ ആന്റി കോടതി പറഞ്ഞത്. എറിക്കിനും അവന്റെ സഹോദരനും വളരെ വളരെ സപ്പോർട്ടീവായ ഒരു തെളിവാണ് ആ ആന്റിയുടെ രൂപത്തിൽ കോടതിയിൽ എത്തിയത്. പക്ഷേ മെൻഡസിന്റെ ബന്ധുക്കൾ ആ വാദത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഇത് ഒരു കള്ളസാക്ഷിയാണ്. എറിക്കിനെയും ജ്യേഷ്ഠനെയും രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ സ്ത്രീ കോടതിയിൽ കള്ളസാക്ഷി പറയുകയാണെന്നാണ് മെൻഡസിന്റെ ബന്ധുക്കളുടെ അഭിപ്രായം. എന്തായാലും കേസ് എറിക്കിനും ലെയ്ലിനും എതിരായിട്ടുള്ള വിധിയിലേക്ക് എത്തി. അവര് ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് 2024-ൽ ഈ വർഷം ഒരു പുതിയ തെളിവ് രംഗത്ത് വരുന്നത്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലായിരുന്നു മെൻഡസ് അയാളുടെ ജീവിതം ചെലവഴിച്ചിരുന്നത്. ഒരു സംഗീത ബാൻഡിൽ ഗായകനായി പ്രവർത്തിച്ചിരുന്ന ഒരു റോയിയാണ് 2024-ൽ മെൻഡസിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചത്. റോയിക്ക് 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ തലപ്പത്തുണ്ടായിരുന്ന മെൻഡസ് മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഗായകൻ റോയി പബ്ലിക്കായി പറയുന്നത്. റോയി പറഞ്ഞ കാര്യത്തിന് സമർത്ഥിക്കാനായി റോയും മെൻഡസും കൂടി നിൽക്കുന്ന അനവധി ചിത്രങ്ങളും റോയി പുറത്തുവിട്ടു. റോയിക്ക് അന്ന് 13 വയസ്സ് മാത്രമാണ് പ്രായം. റോയി ആ സംഗീത ട്രൂപ്പിൽ ഒരു ഗായകനായി രംഗത്ത് വരാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനായിരുന്ന മെൻഡസ് റോയിയെ കാണുന്നതും റോയിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതും. ആ കാര്യങ്ങളൊക്കെയാണ് മെൻഡസിനെതിരായിട്ട് റോയി ഇപ്പോൾ പബ്ലിക്കായി പറഞ്ഞത്. റോയി പറഞ്ഞ ശൈലിയിലുള്ള സാക്ഷിമൊഴികൾ കോടതിയിൽ വിചാരണ നടക്കുന്ന കാലഘട്ടത്തിൽ പലരും മെൻഡസിനെതിരെ പറഞ്ഞിരുന്നു. മെൻഡസിന് ആൺകുട്ടികൾ ഒരു വീക്ക്നെസ്സാണ്. ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച അനവധി ഉദാഹരണങ്ങൾ പലരും പറഞ്ഞപ്പോൾ അതിനൊന്നും സാക്ഷികളില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയപ്പെടുന്ന ഗായകനായ റോയി പോലും അത് ഏറ്റു പറഞ്ഞപ്പോൾ നേരത്തെ എറിക്കിന്റെ സഹോദരനും അവരുടെ അച്ഛനോ അമ്മയെക്കുറിച്ച് പറഞ്ഞ കഥയ്ക്ക് ശരിക്കും സത്യത്തിന്റെ പിൻബലമുണ്ടെന്ന് ഒരു ചിന്ത ഇപ്പോൾ ലോകം മുഴുവൻ ഉണ്ടായി വരികയാണ്. ഇപ്പോൾ ഈ വിഷയം ശരിക്കും ചർച്ചാ വിഷയമായി മാറിയതുകൊണ്ട് തങ്ങളുടെ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എറിക്കിന്റെ ജ്യേഷ്ഠനും. അവർ രണ്ടുപേരും ജയിലിലായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ ഇഷ്ടപ്പെട്ട 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അവര് ജയിലും വീടും എന്ന ശൈലിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. അതിക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും ജയിലിൽ നിന്ന് വിടാൻ നിയമത്തിന് പറ്റത്തുമില്ല. പക്ഷെ അവർ ചെയ്ത ആ കൃത്യത്തിന് അവർ പറഞ്ഞതുപോലെയുള്ള സാങ്കത്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ജയിൽ ശിക്ഷ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ശിക്ഷ ഇളവ് ലഭിക്കാൻ റോയിയുടെ ഈ വെളിപ്പെടുത്തലും റോയിക്ക് മുന്നേ ആളുകൾ നടത്തിയ വെളിപ്പെടുത്തലുമൊക്കെ കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എറിക്കിന്റെ ജ്യേഷ്ഠനും ഉള്ളത്. എന്നാൽ ഈ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കാലങ്ങൾക്ക് മുന്നേ തന്നെ സിനിമകളും അതുപോലെ സീരിയലുകളും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പോലും ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡോക്യുമെന്ററി സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിനെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു ഇരട്ട കൊലപാതകത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സ്വന്തം അച്ഛനും അമ്മയും കൊല്ലേണ്ടി വന്ന ഒരു സാഹചര്യത്തെ
എറിക്കും എറിക്കിന്റെ സഹോദരൻ കോടതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് ആ കൊലപാതകത്തിന് ഒരു യുക്തി ഉണ്ടെന്ന് ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകുന്നത്. എന്ത് യുക്തി ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും കൊന്നത് ശരിയല്ല എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പോഴും എറിക്ക് ആരോപിച്ചതുപോലെ അവൻ്റെ അച്ഛൻ അവനെയും അവൻ്റെ ജ്യേഷ്ഠനെയും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതുപോലുള്ള കേസുകൾ നിങ്ങൾ പത്രങ്ങളിൽ ദിവസവും വായിക്കുന്നുണ്ട്. 5 വയസ്സും 6 വയസ്സും 7 വയസ്സും ഉള്ള കൊച്ചു കുട്ടികളോട് മോശമായി പെരുമാറുന്ന രണ്ടാം അച്ഛനും രണ്ടാം അമ്മയും നമുക്ക് പത്രത്തിൽ സ്ഥിരം വാർത്തയാണ്. അതിൻ്റെ കൂടെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ കടന്നു വരുന്ന വാർത്തകളും കാണാറുണ്ട്. മനുഷ്യന്മാർ മൃഗങ്ങളായി മാറുന്ന ഒരു സാഹചര്യം എന്നേ ഈ വാർത്തയെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.